നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ആപ്തവാക്യം മതി നമ്മൾ മനുഷ്യരാശിക്കുന്ന ഓർമ്മപ്പെടുത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു ശിവഗിരിയിൽ മഹാസമിതിയിൽ ഗുരുവിനെ തൊട്ട് വന്ദിച്ച് അവിടെ തുടരുകയാണ്. ഒപ്പം ഇന്ന് നിർണായകമായ ഒരു അറസ്റ്റ് സ്വർണ്ണക്കവർച്ചയിൽ സംഭവിച്ചിരിക്കുന്നു. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിൻ്റെ അറസ്റ്റ്. കവർച്ചയുടെ കൂടുതൽ ഉള്ളുകളികൾ പുറത്തുവരും എന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ഒപ്പം നമ്മളും എന്തായാലും മുരാരിയെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ നീങ്ങുകയാണ്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അറസ്റ്റിൽ. റാന്നി കോടതിയിൽ ഹാജരാക്കും. സ്വർണ്ണക്കടത്തിൽ മുരാരി ബാബുവിന് പങ്കെന്ന് SIT. കേസിൽ രണ്ടാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് ഉടൻ നടത്തും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധിയുടെ ശതാബ്ദി ആചരണം ഉദ്ഘാടനം ചെയ്തു. മഹാസമാധിയിലെത്തി പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി. രാജ്ഭവനിൽ KR നാരായൺ പ്രതിമ അനാച്ഛാദനം ചെയ്തു. പ്രമാടത്ത് രാഷ്ട്രപതി എത്തിച്ച ഹെലികോപ്റ്ററിന്റെ ലാൻഡിംഗിൽ സുരക്ഷാ വീഴ്ചയില്ലെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ്. പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ ഷാഫി പറമ്പിൽ MP. അക്രമം ആസൂത്രിതം. പോലീസ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ ഉയർത്തിക്കാട്ടി ഷാഫിയുടെ വാർത്താസമ്മേളനം. തന്നെ മർദ്ദിച്ച CI അഭിലാഷ് ഡേവിഡ് CPM ഗുണ്ട. മാഫിയ ബന്ധത്തിന്റെ പേരിൽ സേനയിൽ നിന്ന് പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥനെന്നും ഷാഫി. താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് ഫാക്ടറിയിലെ സംഘർഷത്തിന് പിന്നിൽ SDPI എന്ന് CPM. അക്രമത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയെന്നും DYFI നേതാവിനെതിരെ കേസെടുത്തത് പരിശോധിക്കണമെന്നും കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറി M. മെഹബൂബ്. താമരശ്ശേരിയിൽ വ്യാപക റെയ്ഡ്, കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും. ബീഹാറിൽ തേജസ്വി യാദവ് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. മുകേഷ് സാഹ്നി ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രചാരണത്തിനെത്തും. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ബീഹാറിൽ. സ്കൂൾ കായികോത്സവത്തിൽ ആവേശമായി അത്ലറ്റിക്സ് മത്സരങ്ങൾ. മീറ്റിലെ വേഗമേറിയ താരങ്ങളെ ഇന്നറിയാം. അഡ്ലീഡ് ഏകദിനത്തിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 265 റൺസ് വിജയലക്ഷ്യം. വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ രണ്ടാം പ്രതി മുരാരി ബാബുവിനെ തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിന് സ്വർണ്ണക്കടത്തിൽ സുപ്രധാന പങ്കെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. കോന്നി കോടതിയിൽ അല്പസമയത്തിനകം ഹാജരാക്കും. അതിന് മുന്നോടിയായിട്ടുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. രജിത് ചേരുകയാണ് വിവരങ്ങളുമായി. രജിത്, മുരാരി ബാബു എന്തു പറയുന്നു എന്നതനുസരിച്ച് ഇനിയുള്ള അന്വേഷണം അങ്ങേയറ്റം നിർണായകമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ ഒരു സുപ്രധാന ആസൂത്രകൻ കൂടിയാണ് മുരാരി ബാബു. അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. അതിൻ്റെ തുടർ നടപടികൾ എന്തൊക്കെയാണ്? തീർച്ചയായും മുരാരി ബാബുവിൻ്റെ അറസ്റ്റ് നടന്നതോടുകൂടി തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആദ്യത്തെ അറസ്റ്റ് എന്ന് തന്നെ നമുക്ക് തന്നെ വേണേൽ പറയാൻ കഴിയും. കഴിഞ്ഞ തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യം നടത്തിയത്. ഇപ്പോൾ രണ്ടാം പ്രതിയായാണ് മുരാരി ബാബുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നലെ രാത്രി പെരുന്നയിലെ വീട്ടിൽ നിന്നുമാണ് മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു അറസ്റ്റ്. മുരാരി ബാബുവിൻ്റെ ബന്ധുക്കളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് അറിയിക്കുകയും അവർ ആവശ്യമായ മരുന്നുകൾ ഉൾപ്പെടെയുള്ളവ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ഇനി കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളാണ് വേണ്ടത്. ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നതിനുള്ള വൈകിട്ടോടുകൂടി റാന്നി കോടതിയിൽ ഹാജരാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നിന്ന് പുറപ്പെട്ട് അതിനുശേഷം വൈകിട്ട് 5 മണിയോടുകൂടി റാന്നി കോടതിയിൽ എത്തിച്ച് ഹാജരാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വൈകിട്ട് 5 മണി വരെ
വരെയാണ് കോടതി നടപടിക്രമങ്ങളുള്ളത്. അതിന് ശേഷം അടച്ചിട്ട മുറിയിലായിരിക്കും മുരാരി ബാബുവിനെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കുക. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോകാൻ തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുരാരി ബാബുവിൻ്റെ പങ്ക് കൃത്യമായി അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെടുകയും നേരത്തെ തന്നെ മഹസറിലടക്കം ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തത് മുരാരി ബാബുവാണ് എന്ന അന്വേഷണ സംഘവും അതുപോലെ തന്നെ ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണ സംഘവും കണ്ടെത്തിയിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ തുടർ ചോദ്യം ചെയ്യലും കൂടി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് മൊത്തം 10 പ്രതികളാണ് അന്വേഷണ സംഘം ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ 2 പേരുടെ അറസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഇനി 8 പേരുടെ നടപടിക്രമങ്ങൾ 8 പേരുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ കൂടി അവർ വീക്ഷിക്കുകയാണ്. അതിനുശേഷം ഇവരുടെ പങ്ക് സംബന്ധിച്ച് വിശദമായ അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തുതന്നെയായാലും മുരാരി ബാബുവിൻ്റെ അറസ്റ്റ് വന്നതോടുകൂടി തന്നെ ഇനി കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ആർക്കൊക്കെ ഇത് സംബന്ധിച്ച് പങ്കുകളുണ്ട്, ആർക്കൊക്കെ ഇത് സംബന്ധിച്ച വിവരങ്ങളുണ്ട്, ആരൊക്കെയാണ് ഇതിൻ്റെ പങ്ക് പറ്റിയവർ എന്നത് സംബന്ധിച്ച് ഒരു പക്ഷേ അന്വേഷണ സംഘത്തിന് വ്യക്തതയുണ്ടാവും. അതിനുശേഷമായിരിക്കും മറ്റു ഉദ്യോഗസ്ഥരിലേക്കുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരിലേക്കുള്ള അന്വേഷണം വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ച് അന്വേഷണ സംഘം സൂചിപ്പിച്ചതുപോലെ മുരാരി ബാബുവിൻ്റെ മൊഴികളെല്ലാം അങ്ങേയറ്റം പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ മൊഴികൾ അനുസരിച്ചായിരിക്കും തുടർന്ന് സ്വർണ്ണ കവർച്ചയിൽ ആരൊക്കെയുണ്ട്, ഏതൊക്കെ തരത്തിൽ അവർക്ക് പങ്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് എത്തുക. രജിതാണ് വിവരങ്ങളുമായി ചേർന്നത്. പേരാമ്പ്ര ആക്രമണം ആസൂത്രിതമായി പോലീസ് സൃഷ്ടിച്ചതെന്ന് ഷാഫി പറമ്പിൽ MP. തന്നെ മർദ്ദിച്ചത് CI അഭിലാഷ് ഡേവിഡാണെന്ന് ഷാഫി ആരോപിച്ചു. പോലീസ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ ഷാഫി പറമ്പിൽ പുറത്തുവിട്ടു. ഭരണകൂടത്തെയും പോലീസിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ദൃശ്യങ്ങളാണ് ഷാഫി പറമ്പിൽ MP പുറത്തുവിട്ടത്. പേരാമ്പ്ര സംഘർഷത്തിനിടെ പോലീസ് ഷാഫിയെയും UDF പ്രവർത്തകരെയും ആക്രമിക്കുന്നതാണ് ദൃശ്യങ്ങൾ. ക്രിമിനൽ ബന്ധത്തിന്റെ പേരിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടെങ്കിലും പുനർനിയമനം നേടിയ CI അഭിലാഷ് ഡേവിഡാണ് തന്നെ ആക്രമിച്ചതെന്ന് ഷാഫി ആരോപിച്ചു. വടകര കൺട്രോൾ റൂമിന്റെ CI FIR-ൽ പറയുന്നു ഇയാളുടെ സാന്നിധ്യം അവിടെയുണ്ട്. ആ അഭിലാഷ് ഡേവിഡും ഈ അഭിലാഷ് ഡേവിഡും ഒന്നാണെങ്കിൽ ഇവരെ രേഖപ്രകാരം, കാരണം ഫോട്ടോ കാര്യങ്ങളൊന്നും സൈറ്റിലില്ലല്ലോ, അതെന്താ കൊടുക്കാത്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ പ്രഥമ വിവരത്തിൽ പറയുന്നുണ്ട് പിന്നെ IPSHO, അതുപോലെ ബാലുശ്ശേരി IPSHO, കുറ്റ്യാടി IPSHO, പെരുവണ്ണാമൂഴി IPSHO, വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ്. CPM-ന് ഗുണ്ടാപ്പണിയെടുക്കുന്ന ചില പോലീസുകാരാണ് പേരാമ്പ്രയിൽ UDF പ്രകടനത്തിന് നേരെ ആക്രമണം നടത്തിയതെന്ന് ഷാഫി പറഞ്ഞു. MP ആശുപത്രിയിൽ അഡ്മിറ്റായോന്ന് DYSP ഹരിപ്രസാദ് മറ്റു പോലീസുകാരോട് ചോദിക്കുന്ന ദൃശ്യവും ഷാഫി പറമ്പിൽ പുറത്തുവിട്ടു. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പിണറായി സർക്കാർ പോലീസിനെ കൊണ്ട് ആക്രമണം നടത്തിക്കുകയായിരുന്നു. CPM ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കില്ലെന്നും ഷാഫി വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ സമരം അക്രമാസക്തമായ സംഭവത്തിൽ നടപടി ശക്തമാക്കാൻ ഒരുങ്ങി പോലീസ്. നിലവിൽ 300-ലധികം ആളുകൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഉത്തരമേഖല DIG ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. DYFI താമരശ്ശേരി ബ്ലോക്ക് സെക്രട്ടറിയാണ് കേസിലെ 1-ാം പ്രതി. അതേസമയം സംഘർഷത്തിന് പിന്നിൽ SDPI ആണെന്നും സംഘർഷം ഒഴിവാക്കാനാണ് DYFI നേതാവ് ശ്രമിച്ചതെന്നും CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വാദിക്കുന്നു. താമരശ്ശേരി സംഘർഷത്തിൽ ഇതുവരെ 8 FIR-കളിലായി 300-ൽ പരം ആളുകൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. DYFI താമരശ്ശേരി ബ്ലോക്ക് സെക്രട്ടറിയാണ് കേസിലെ 1-ാം പ്രതി. ഇന്നലെയും ഇന്നുമായി പ്രദേശത്തെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടന്നെങ്കിലും ഇതുവരെ ആരെയും കസ്റ്റഡിയിലെടുത്തിട്ടില്ല. എന്നാൽ താമരശ്ശേരിയിലെ ഫ്രഷ് കട്ടിനെതിരെ നടന്ന ജനകീയ പ്രതിഷേധം അക്രമാസക്തമായതിനു പിന്നിൽ SDPI ആണെന്നാണ് CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആരോപണം. കൃത്യമായ ഗൂഢാലോചന ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ടെന്നും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പറഞ്ഞു. കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള DYFI താമരശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആഴ്ചകളോളം അവിടെ സമരം നടത്തിയ സമരക്കാർ കയ്യിൽ ഒരു ആയുധമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ടല്ല പോയത്. ഇതെല്ലാം നടക്കണമെങ്കിൽ ഒരു നല്ല ഗൂഢാലോചനയും നല്ല ഒരു പ്രീ പ്ലാനിങ്ങും അതിൻ്റെ പിറകിലുണ്ട്. വളരെ വ്യക്തമാണ് SDPIയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കൂട്ടം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളാണ്
ഈ പ്രവൃത്തി നടത്തിയിട്ടുള്ളത്. അതേസമയം സമരത്തിനെത്തുന്ന സാധാരണക്കാർക്കെതിരെ നടന്നത് പോലീസ് വേട്ടയാണെന്നാണ് UDFന്റെ ആരോപണം. റൂറൽ SP എത്തിയ ശേഷമാണ് സംഘർഷമുണ്ടായത്. അദ്ദേഹത്തെ മാറ്റി നിർത്തി കേസ് അന്വേഷിക്കണം. ആക്രമണത്തിന് പിന്നിൽ SDPI ആണെങ്കിൽ അന്വേഷിക്കട്ടെ എന്നും സംഭവത്തിൽ ഹൈക്കോടതി അന്വേഷണം വേണമെന്നും മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ MA റസാഖ് പറഞ്ഞു. സമരം എങ്ങനെ അക്രമാസക്തമായി എന്നതിനെപ്പറ്റി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. 4 മണിക്ക് SP വന്നതോടുകൂടിയാണ് പിന്നെ ഉണ്ടാകുന്നത്. വാഹനം കടത്തിവിടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ജനങ്ങൾ തടയുന്നു. അതോടനുബന്ധമായി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണഫലം ലഭിക്കുന്നത് ഫ്രഷ് കട്ട് ഉടമകൾക്കാണ്. ഈ SPയെ മാറ്റി നിർത്തി ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ സത്യം വെളിച്ചത്ത് വരികയുള്ളൂ. ഫ്രഷ് കട്ട് കാരണം പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് വലിയ ദുരിതമാണെന്നും അതിന് പരിഹാരം കാണണമെന്നും രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. ശ്രീനാരായണ ഗുരു സമാധിയുടെ ശതാബ്ദി ആചരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി ഗുരുവിൻ്റെ മഹാസമാധിയിലെത്തി പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി. പിന്നീടാണ് തീർത്ഥാടക ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിലേക്ക് രാഷ്ട്രപതി എത്തിയത്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, മന്ത്രിമാരായ VN വാസവൻ, V ശിവൻകുട്ടി, അടൂർ പ്രകാശ്, MP വി ജോയ് MLA അടക്കമുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. രാഷ്ട്രപതിയുടെ സന്ദർശനം ശിവഗിരിയുടെ സമഗ്ര വികസനത്തിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് ശിവഗിരി മഠം. ഗുരുദേവ ദർശനം ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനാവശ്യമായ കർമ്മ പദ്ധതികൾ ശിവഗിരി മഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കും. ഭാരത സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും സഹകരണത്തോടുകൂടി ഈ മഹാപരിനിർവാണ ശതാബ്ദി വിപുലമായി ആഘോഷിക്കുവാനാണ് ശിവഗിരി മഠം തീരുമാനിച്ചിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുകുലം, SNDP യോഗം, ഗുരുധർമ്മ പ്രചാരണ സഭ, ശ്രീനാരായണ സാംസ്കാരിക സമിതി, ശ്രീനാരായണീയ ക്ഷേത്രങ്ങൾ, ശ്രീനാരായണ ക്ലബ്ബുകൾ, പ്രാദേശിക ശ്രീനാരായണീയ പ്രസ്താവനകൾ എന്നിവയുടെയെല്ലാം സംയുക്ത സഹകരണത്തോടെയാണ് ശിവഗിരി മഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ശതാബ്ദി പരിപാടികൾക്ക് രൂപവും ഭാവവും നൽകിയിരിക്കുന്നത്. जनरल सेक्रेटरी श्री नारायण धर्म संगम ट्रस्ट श्रीमद स्वामी शुभंगानंद जी, फॉर्मर यूनियन मिनिस्टर श्री राजीव चंद्रशेखर जी, distinguished guests, ladies and gentlemen, we all have gathered in the sacred land of Shivagiri today for the observance of Mahasamadhi centenary of Sri Narayan Guru. He was one of the Indians' greatest spiritual leaders and social reformers. This is the place where Sri Narayan Guru spent his final days and attained Samadhi. He was a saint and philosopher who influenced the social and spiritual landscape for our country. He inspired generations to believe in the ideals of equality, unity and love for humanity. Sri Narayan Guru was one of the leading figures of the pan-Indian reawakening witnessed during നേരത്തെ മുൻ രാഷ്ട്രപതി ഡോക്ടർ KR നാരായണന്റെ പ്രതിമ രാജ്ഭവനിൽ സ്ഥാപിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് പ്രതിമ അനാവരണം ചെയ്തത്. രാഷ്ട്രപതിയായിരിക്കെ രാംനാഥ് കോവിന്ദ് 2024 മെയ് 3 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അയച്ച കത്തിനെ തുടർന്നാണ് പ്രതിമ സ്ഥാപിച്ചത്. ഗവർണറുടെ രാജ്ഭവനിൽ വസതിയിലേക്കുള്ള വഴിയിൽ അതിഥി മന്ദിരത്തോട് ചേർന്നുള്ള സ്ഥലത്താണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിനായിരുന്നു നിർമ്മാണ ചുമതല. the former President of India, late Sri KR Narayan ji. Sri Narayan was an eminent statesman, diplomat and scholar. I consider it an honor to unveil the bust of late Sri K.R. Narayan here at Raj Bhavan today. I would like to thank Sri Ramnath Kovind ji, former President of India, under whose guidance this initiative has been taken. I am sure that his memory will inspire people to uphold the values of equality, integrity and public service that he stood for. വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള സമരം ശക്തമാക്കിയ ആശാവർക്കർമാർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുകയാണ്. ആശാവർക്കർമാർ ഇന്നലെ ക്ലിഫ് ഹൗസ് മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിന് പിന്നാലെയാണ് പ്രതിഷേധം ശക്തമാക്കിയത്. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് അവസരമൊരുക്കാമെന്ന് പോലീസ് നൽകിയ ഉറപ്പിന്മേലായിരുന്നു ഇന്നലെ ആശാവർക്കർമാർ മാർച്ച് അവസാനിപ്പിച്ചത്. പോലീസ് നടപടിക്കെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ നടത്തുന്ന സമരം 257-ാം ദിവസത്തിലേക്ക് കടന്നു.
ഈ മാസത്തെ ക്ഷേമ പെൻഷനുകളുടെ വിതരണം 27-ാം തീയതി മുതൽ ആരംഭിക്കും. ഇതിനായി 812 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. 26 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും. സർക്കാർ ഇതുവരെ 43,653 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചെലവിട്ടതെന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. 10 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. നാളെ 5 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും നിലനിൽക്കുന്ന ശക്തമായ ന്യൂനമർദ്ദങ്ങളാണ് സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് കാരണം. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. മഴ ലഭിക്കുന്ന മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർക്ക് ജില്ലാ ഭരണകൂടം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. PM ശ്രീ പദ്ധതിക്കെതിരെ നിലപാട് കടുപ്പിച്ച CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ചേരുന്നു. പാർട്ടി നിലപാടുകൾക്ക് മന്ത്രിസഭാ യോഗത്തിൽ വേണ്ടത്ര അംഗീകാരം കിട്ടാത്ത സാഹചര്യം കൗൺസിലിൽ ചർച്ചയാകും. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന എക്സിക്യൂട്ടീവിലും പദ്ധതിക്കെതിരായ നിലപാട് കടുപ്പിക്കാനാണ് CPI നേതൃത്വം തീരുമാനിച്ചത്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാടിന് സെക്രട്ടേറിയറ്റിന്റെയും എക്സിക്യൂട്ടീവിന്റെയും പൂർണ്ണ പിന്തുണ ലഭിക്കുകയായിരുന്നു. എന്നാൽ എതിർപ്പ് അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് CPMന്റെ തീരുമാനം. വിദ്യാഭ്യാസ വകുപ്പ് പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൊല്ലം ജില്ലയിലെ ഭൂവിസ്തൃതിയിൽ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്തായ കുളത്തൂപ്പുഴയിലെ രാഷ്ട്രീയ മാറ്റങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും ഏറെ നിർണായകമാണ്. നീണ്ടകാലത്തെ കോൺഗ്രസ് ഭരണം അട്ടിമറിച്ചാണ് ഇടതുപക്ഷം കഴിഞ്ഞ 2 തവണയായി പഞ്ചായത്തിന്റെ ഭരണരംഗത്ത് തുടരുന്നത്. എന്നാൽ ഇത്തവണ പഞ്ചായത്ത് തിരിച്ചുപിടിക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ്. വലിയ നേട്ടങ്ങൾ അവകാശപ്പെടാനില്ലെങ്കിലും BJPയും മത്സരരംഗത്ത് സജീവമായി കഴിഞ്ഞു. കൊല്ലം ജില്ലയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്താണ് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കുളത്തൂപ്പുഴ ഒരു മലയോര കാർഷിക മേഖലയാണ്. ദേശീയ തലത്തിൽ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്തും കുളത്തൂപ്പുഴയാണ്. ഇനി പഞ്ചായത്തിന്റെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ തുടക്കം മുതലേ കോൺഗ്രസിനോട് ചേർന്നു നിന്നു. എന്നാൽ നീണ്ടകാലത്തെ കോൺഗ്രസ് ഭരണം അട്ടിമറിച്ച 2015 ഇടതുപക്ഷം കുളത്തൂപ്പുഴയിൽ ഭരണത്തിലെത്തി. പിന്നീട് 2020 ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ചയുണ്ടായി. CPI 5, CPM 5, കോൺഗ്രസ് 7, കേരള കോൺഗ്രസ് 1, BJP 1, കക്ഷിരഹിതൻ 1 എന്നിങ്ങനെയായിരുന്നു 20 വാർഡുകളുള്ള പഞ്ചായത്തിലെ കക്ഷിനില. ഇത്തവണ ഒരു വാർഡ് കൂടി പുതുതായി രൂപമെടുത്തപ്പോൾ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളുടെ എണ്ണം 21 ആയി. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി ഭരണം നിലനിർത്താനാവുമെന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് ഭരണസമിതിയും ഇടതുപക്ഷവും. കയറിക്കിടക്കാൻ ഒരു വീടില്ലാത്ത ജനങ്ങളാണ്. അവർക്ക് വീടും ഒരു വസ്തുവും, അവർക്ക് തലചായ്ക്കാൻ ഒരു ഇടം, അവരെ കുഞ്ഞുങ്ങളെയും കൊണ്ട് കിടക്കാൻ, അതായിരുന്നു ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയിൽ ഒന്ന്. 1063 വീടുകൾ ഞങ്ങൾ കൊടുത്ത് കേരള സംസ്ഥാനത്തെ ഏറ്റവും മികച്ച 2ാമത്തെ പഞ്ചായത്ത്. നടപ്പിലാക്കിയ വികസന പദ്ധതികളെക്കുറിച്ച് അക്കമിട്ടു പറഞ്ഞും ഭാവിയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ കുറിച്ചുള്ള ലിസ്റ്റ് പുറത്തിറക്കിയുമാണ് ജില്ലാ പഞ്ചായത്തും CPMഉം വരുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത്. അതേസമയം ഈ പദ്ധതികൾ ഉദ്ഘാടനങ്ങളിൽ മാത്രം ഒതുങ്ങിയെന്നും പൊതുപണം ദൂർത്തടിക്കുന്നതായിരുന്നു പദ്ധതികളെന്നുമാണ് പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ പ്രധാന ആരോപണം. പാർട്ടിയുടെ കുത്തകയായിരുന്ന പഞ്ചായത്ത് നഷ്ടപ്പെട്ടതിന് പിന്നിൽ പാർട്ടിക്കുള്ളിലെ ഭിന്നതകളായിരുന്നു എന്ന് തുറന്നു സമ്മതിക്കുമ്പോഴും ഇത്തവണ അതൊക്കെ പരിഹരിച്ച് വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണസമിതി കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ അധികാരത്തിലെത്തുമെന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതിന് ഉതകുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും പാർട്ടിയും മുന്നണിയും വളരെ താഴെ തട്ടിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ ഒരു വാർഡ് മാത്രമാണ് കൈവശമുള്ളതെങ്കിലും നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത BJP ആകട്ടെ കൂടുതൽ നേട്ടങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഒരു വാർഡ് ഞങ്ങൾ നിലനിർത്തും. അതോടൊപ്പം തന്നെ ഞങ്ങൾ നിരവധി വാർഡുകൾ ഞങ്ങൾ പിടിച്ചെടുക്കും. ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ
സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം ഏറെ നിർണായകമാകുന്ന കൊല്ലം ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം ഇതിൽ നിന്നൊക്കെ ഒരു മോചനമാണ്. ഇവിടുത്തെ വോട്ട് നിർണയത്തിൽ ഇത് നിർണായക ഘടകമാണ്. തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങുന്നവർക്ക് ഇത്തവണ വോട്ട് നൽകും എന്നാണ് ജനപക്ഷം. അതുകൊണ്ട് തന്നെ വികസന നേട്ടങ്ങൾ നിരത്തുമ്പോൾ പൂർത്തിയാകാത്തതും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുന്നതുമായ നിരവധി പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുന്നിലുണ്ട്. ഭരണ തുടർച്ചയെന്ന് ഇടതുപക്ഷവും തിരിച്ചുവരവെന്ന് കോൺഗ്രസും കരുത്താകുമെന്ന് BJPയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ വിധി നിർണയിക്കുന്നത് ജനങ്ങളാണ്. അതിനായി അവരും ഒരുങ്ങിക്കഴിഞ്ഞു. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJD നേതാവ് തേജസ്വി യാദവ് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. വികാസ്ശീൽ ഇൻസാൻ പാർട്ടി അധ്യക്ഷൻ മുകേഷ് സഹാനിയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. മഹാസഖ്യം നേതാക്കൾ സംയുക്തമായാണ് ഇരുവരുടെയും പേരുകൾ പ്രഖ്യാപിച്ചത്. തർക്കങ്ങൾ പരിഹരിച്ചുവെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും നേതാക്കൾ പാറ്റ്നയിൽ പറഞ്ഞു. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് തന്നെയാണ് ഇത്തവണ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. പട്നയിൽ നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ടാണ് തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. വികാസ്ശീൽ ഇൻസാൻ പാർട്ടി അധ്യക്ഷൻ മുകേഷ് സാഹ്നിയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്നും അധികാരത്തിലേക്ക് എത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. वो समय आ चुका है और मजबूती से महागठबंधन के साथ रहकर बिहार में हम अपनी सरकार बनाएंगे और भाजपा को बिहार से बाहर करेंगे और महागठबंधन यूनाइट है, मजबूत है और आने वाला समय में हम लोग काम करके सरकार बनाएंगे. NDA സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ BJPയെ ഗെഹ്ലോട്ട് വെല്ലുവിളിച്ചു. മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുവെന്നാൽ ഇപ്പോൾ ആരാണ് മഹാരാഷ്ട്ര ഭരിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. आपका नेता कौन है बता दीजिए. इससे काम नहीं चलेगा कि नीतीश कुमार के नेतृत्व में चुनाव लड़ा जाएगा. अगला मुख्यमंत्री का उम्मीदवार आपका कौन है ये उनको बताना पड़ेगा. ये हमारी मांग है. और मांग क्यों है? इसलिए है आपने देखा महाराष्ट्र के अंदर ഒരു സർക്കാർ ഉണ്ടാക്കുക മാത്രമല്ല ലക്ഷ്യമെന്നും ബീഹാറിനെ തിരിച്ചുകൊണ്ടുവരികയാണ് മഹാസഖ്യത്തിന്റെ കടമയെന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം തേജസ്വി യാദവ് പറഞ്ഞു. केवल सरकार बनाने के लिए ही नहीं, मुख्यमंत्री बनने के लिए नहीं, बल्कि हम लोगों को बिहार बनाने का काम करना है. इसलिए हम लोग एकजुट हुए हैं. യുവാക്കൾക്കിടയിൽ തേജസ്വിക്കുള്ള സ്വാധീനം വോട്ടാകുമെന്ന പ്രതീക്ഷയാണ് മഹാസഖ്യത്തിനുള്ളത്. അതേസമയം സീറ്റ് നിഷേധിക്കപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളുടെ നീക്കങ്ങൾ മഹാസഖ്യത്തിലും BJPയിലും നിർണായകമാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാന കായികമേളയിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്നും തിരുവനന്തപുരത്തിന്റെ ആധിപത്യം തുടരുന്നു. 2ാം സ്ഥാനം കണ്ണൂർ നിലനിർത്തുമ്പോൾ 3ാം സ്ഥാനത്ത് തൃശ്ശൂരാണ്. ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി. ആതിര, മത്സരങ്ങളെല്ലാം എങ്ങനെ പുരോഗമിക്കുന്നു? ഏതൊക്കെ ഇനങ്ങളിലാണ് ഇപ്പോൾ മത്സരങ്ങൾ തുടരുന്നത്? തിരുവനന്തപുരം 3ാം സ്ഥാനത്ത് തുടരുകയാണല്ലോ. കായികമേളയിൽ ഈ ഒരു ദിനത്തിൻ്റെ ഒരു ആദ്യത്തെ സെറ്റ് റൗണ്ടുകളൊക്കെ കഴിയുമ്പോൾ 3000 മീറ്റർ ഫൈനൽ മത്സരങ്ങളാണ് രാവിലെ ആരംഭിച്ചത്. ആ മത്സരങ്ങളിൽ 4 മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത്. സീനിയർ ഗേൾസ്, ജൂനിയർ ഗേൾസ്, സീനിയർ ബോയ്സ്, ജൂനിയർ ബോയ്സ് എന്നിങ്ങനെ 4 ഫൈനൽ മത്സരങ്ങളുണ്ടായിരുന്നു. ഈ 4 മത്സരങ്ങളിലും പാലക്കാടാണ് സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയത്. പാലക്കാടൻ കുതിപ്പായിരുന്നു രാവിലെയൊക്കെ കണ്ടിരുന്നത്. ഇനി പ്രധാന മത്സരം എന്ന് പറയുന്നത് 100 മീറ്റർ ഫൈനൽ മത്സരങ്ങളാണ്. അതിൻ്റെ ഹീറ്റ്സ് റൗണ്ടുകളൊക്കെ തന്നെ കഴിഞ്ഞു. ഇനി ഫൈനൽ മത്സരത്തിലേക്കുള്ള ഒരു കാത്തിരിപ്പാണ്. 5 മണിയോടുകൂടി ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും ആ വേഗതാരം ആര് എന്നതിലൊക്കെ ഒരു സൂചന നമുക്ക് ലഭ്യമാകുക. ഏതായാലും നിലവിൽ 5 മണിക്കാണ് ഈ അത്ലറ്റിക്സ് മത്സരങ്ങൾ ആരംഭിക്കുക. അതിൻ്റെ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുക. 3 മണിയോടുകൂടി തന്നെ ഹീറ്റ്സ് മത്സരങ്ങളൊക്കെ തന്നെ ആരംഭിക്കും. പക്ഷേ ഫൈനൽ ആരംഭിക്കുക 5 മണിയോടുകൂടിയായിരിക്കും. നിലവിൽ പോയിന്റ് പട്ടികയിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യ സ്ഥാനം തിരുവനന്തപുരം തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 2ാമത് കണ്ണൂരുണ്ട്. 3ാമത് കോഴിക്കോടായിരുന്നു. പക്ഷേ നിലവിൽ തൃശ്ശൂർ ജില്ലയ്ക്കാണ് 3ാം സ്ഥാനം. ഏതായാലും 3ാം സ്ഥാനം തുടർന്നു പോകുന്നത്. തിരുവനന്തപുരത്തിൻ്റെ ആധിപത്യം തുടരുകയാണ്. ഇനി വരുന്ന മണിക്കൂറുകളിലൊക്കെ തന്നെ
അത്ലറ്റിക് മത്സരങ്ങൾ ഉൾപ്പെടെ ഈ മേളയുടെ ഒരു ആവേശത്തിലേക്കൊക്കെ തന്നെ കടക്കുന്ന തരത്തിലായിരിക്കും. ഏതായാലും ഈ മത്സരങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിലും തുടരും. അതിനുശേഷമായിരിക്കും ഈ സ്വർണ്ണക്കപ്പ് സംബന്ധിച്ചൊരു സൂചനയെങ്കിലും നമുക്ക് ലഭിക്കുക. നിലവിലെ പോയിന്റുകളൊന്നും ഒരു അന്തിമമല്ല. മത്സരങ്ങളൊക്കെ തന്നെ ഇനിയും വരാനാണ് പോകുന്നത്. കായികമേളയുടെ ആവേശത്തിലേക്കൊക്കെ ഇനിയായിരിക്കും കടക്കുക. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ആവശ്യത്തിലാണ് തലസ്ഥാന നഗരി. ആതിരയാണ് വിവരങ്ങൾ നൽകിയത്. അത്ലറ്റ് ഏകദിനത്തിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 265 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 264 റൺസ് എടുത്തു. ഇന്ത്യയുടെ തുടക്കം തകർച്ചയോടെയായിരുന്നു. 6.5 ഓവറിൽ 17 റൺസ് എടുക്കുന്നതിനിടെ 2 വിക്കറ്റുകളാണ് നഷ്ടമായത്. 9 റൺസ് നേടി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും റൺസൊന്നും എടുക്കാതെ വിരാട് കോഹ്ലിയുമാണ് പുറത്തായത്. പിന്നീട് രോഹിത് ശർമ്മയും ശ്രേയസ് അയ്യരും ചേർന്ന കൂട്ടുകെട്ടാണ് ഇന്ത്യയെ തകർച്ചയിൽ നിന്ന് കരകയറ്റിയത്. രോഹിത് ശർമ്മ 73 റൺസും ശ്രേയസ് അയ്യർ 61 റൺസും നേടി പുറത്തായി. അക്സർ പട്ടേൽ 44 റൺസ് എടുത്തു. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ആദം സംപ 4ഉം സേവിയർ ബാട്ട്ലറ്റ് 3ഉം മിച്ചൽ സ്റ്റാർക്ക് 2 വിക്കറ്റുകൾ വീഴ്ത്തി. ആദ്യ മത്സരത്തിൽ തോറ്റ ഇന്ത്യക്ക് ഇന്നത്തെ മത്സരം നിർണായകമാണ്. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ന് തോറ്റാൽ പരമ്പര ഇന്ത്യക്ക് നഷ്ടമാകും. ഏകദിന റൺവേട്ടയിൽ സൗരവ് ഗാംഗുലി മറികടന്ന രോഹിത് ശർമ്മ. ഓസ്ട്രേലിയക്കെതിരായ 2ാം ഏകദിനത്തിൽ 73 റൺസ് അടിച്ചതോടെയാണ് രോഹിത് റൺവേട്ടയിൽ ഇന്ത്യൻ താരങ്ങളായ സൗരവ് ഗാംഗുലി മറികടന്ന് 3ാം സ്ഥാനത്തേക്ക് ഉയർന്നത്. 11,221 റൺസാണ് ഗാംഗുലി നേടിയിരുന്നത്. 21ാം ഓവറിലെ 5ാം പന്തിൽ ആദം സാംപയെ ബൗണ്ടറി കടത്തിയാണ് രോഹിത് ഗാംഗുലിയെ പിന്നിലാക്കിയത്. റൺവേട്ടയിൽ സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി എന്നിവരാണ് ഇനി രോഹിതിന്റെ മുന്നിലുള്ളത്. വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. സെമിഫൈനൽ ഉറപ്പാക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യമാണ്. ടൂർണമെന്റിലെ ആദ്യ 2 മത്സരങ്ങളും ആധികാരികമായി ജയിച്ച സെമിയിലേക്ക് കുതിച്ച ഇന്ത്യക്ക് അവസാന 3 മത്സരങ്ങളിലെ അപ്രതീക്ഷിത തോൽവി തിരിച്ചടിയായി. ഇതോടെ ടീമിന്റെ സെമി പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു. ഇന്നും ഇന്ത്യ തോൽവിയിലേക്ക് നീങ്ങിയാൽ മറ്റ് ടീമുകളുടെ മത്സരഫലത്തെ ആശ്രയിച്ചായിരിക്കും ഇന്ത്യയുടെ സെമി പ്രവേശനം. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. നമസ്കാരം.